നോമ്പിൻ്റെ തലേദിവസം ഇശാനിസ്കാരം കഴിഞ്ഞ് ഉപ്പ നിയ്യത്ത് വെച്ച് തരും. നോമ്പ് നോൽക്കാനുള്ള ഭയങ്കര ആവേശത്തിൽ വേഗം കിടന്നുറങ്ങും. അത്താഴത്തിന് ഒറ്റ വിളിക്ക് തന്നെ ചാടി എണീക്കും. വെണ്ടക്ക മുളകിട്ടതും ചീര ഉപ്പേരിയും തുറമാങ്ങയും പപ്പടവും കൂട്ടി പള്ള നിറച്ച് ചോറ് തിന്നും. ചൂടുള്ള കട്ടൻ ചായ ഊതി ഊതി കുടിക്കുമ്പോഴേക്കും ബാങ്ക് കൊടുക്കും. അന്ന് രാവിലെ സ്കൂളിൽ പോവാൻ ഭയങ്കര ആവേശമായിരിക്കും. ജംഷിയും സൂറാബിയും റാബിയയും ഫാത്തിമയും എന്നും നോമ്പ് നോൽക്കും. എനിക്ക് വിശപ്പിൻ്റെ അസുഖം കൂടുതലായോണ്ട് എന്നും എടുക്കൂല. ഉച്ചവരെ വലിയ കുഴപ്പമില്ലാണ്ട് ഒപ്പിക്കും. ഉച്ചയ്ക്ക് കഞ്ഞീൻ്റെയും ചെറുപയറിൻ്റെയും മണം വരുമ്പോൾ വായിൽ വെറുതെ തുപ്പൽ നിറയും. തുപ്പലിറക്കിയ നോമ്പ് മുറിയുന്നു പറഞ്ഞ് ജംഷി പിന്നെയും തുപ്പിക്കൊണ്ടിരിക്കും. സിയാമുട്ടിക്കാന്റെ വീട്ടിലെ കല്ലുരല് പോലെ ഒരു കുലുക്കവും ഇല്ലാണ്ട് നിൽക്കുന്ന ജംഷിയെ നോക്കി വാടി തളർന്ന് നാവും പുറത്തിട്ട് ഡെസ്കിൽ തലവെച്ച് കിടക്കുന്ന എന്നോട് എനിക്ക് തന്നെ പുച്ഛം തോന്നും. സ്കൂള് വിട്ട് വേച്ച് ഒരു വിധത്തിൽ വീട്ടിലെത്തും. പത്തിരിച്ചട്ടിയിൽ വെച്ച് ചുട്ടെടുക്കുന്ന ഉമ്മാന്റെ കട്ടിപ്പത്തിരിൻ്റെയും നേന്ത്രക്കായ ഇട്ട ഇറച്ചിക്കറിൻ്റെയും വാപ്പയ്ക്ക് വാഴക്കുല കച്ചവടം ആയോണ്ട് നേന്ത്രക്കായ ദേശീയ ഭക്ഷണമാണ്. മണം വീട് മുഴുവൻ പരന്നു കിടക്കും. അടുക്കളയിൽ ഉമ്മാനെ ചുറ്റിപ്പറ്റി വായിൽ വെള്ളം നിറച്ച് നിൽക്കുമ്പോൾ വാപ്പ മെല്ലെ കൂട്ടിക്കൊണ്ടുപോവും. 3 യാസിനോത്, അപ്പളേക്കും ബാങ്ക് കൊടുക്കും. 1ഉം 2ഉം മുക്കി മൂളി ഓതും. അടുക്കളയിൽ അന്നേരം ഇറച്ചിക്കറി മണം മാറി ഉന്നക്കായ പൊരിക്കുന്ന മണമായിട്ടുണ്ടാകും. 3ാമത്തെ യാസീൻ ഗട്ടർ റോഡിലൂടെ പോണ ഓട്ടോറിക്ഷ പോലെ മുക്കി മുരണ്ടാണ് ഓത. എന്നാലും ബാങ്ക് കൊടുക്കാൻ പിന്നെയും സമയം ബാക്കിയായിരിക്കും. പിന്നെ സ്വലാത്ത് ചൊല്ലിക്കും. പുറത്ത് മെല്ലെ ഒഴിഞ്ഞു തരും. ബാങ്ക് കൊടുത്തതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു ആക്രമണമാണ്. കാലം കുറേ കഴിഞ്ഞു. അന്നത്തെ 8 വയസ്സുകാരിയുടെ 8ഉം 12ഉം വയസ്സുള്ള മക്കൾക്ക് ഇന്ന് നോമ്പായിരുന്നു. അസർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇറച്ചിക്കറി മണം പരന്നപ്പോ പത്തിരി പൊള്ളിയപ്പോ എന്നെ ചുറ്റിപ്പറ്റി 2ആളും അടുക്കളയിലെത്തി. മെല്ലെ കൂട്ടിക്കൊണ്ടുപോയി ഖുറാൻ കയ്യിൽ കൊടുത്തു. 3 യാസീൻ ഓതിക്കളി, അപ്പളേക്കും ബാങ്ക് കൊടുക്കും. നിസ്കാര റൂമിൽ നിന്ന് മുക്കി മൂളി ഒടുവിൽ ഗട്ടർ റോഡിലെത്തിച്ച ഒച്ച കേട്ടപ്പോൾ എനിക്കെൻ്റെ ഉമ്മാനെ ഓർമ്മ വന്നു. അരികുകൾ ഞൊറിവിട്ട നടുഭാഗം പൊള്ളി പൊങ്ങി വരുന്ന ഉമ്മാന്റെ പത്തിരി ഓർമ്മ വന്നു. കഫം തിങ്ങിയിട്ടും നിർത്താതെ സ്വലാത്ത് ചൊല്ലുന്ന ശ്വാസം മുട്ടിയ നിറയെ രോമങ്ങളുള്ള ഉപ്പാന്റെ നെഞ്ചിൻ കൂട് ഓർമ്മ വന്നു.